എവരിവൺ, ഈ ഒരു വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും തന്നെ കാണാൻ ശ്രമിക്കുക. ഈ അടുത്ത് നമ്മളുടെ പ്രോഗ്രാമിൽ നിന്ന് ഒരുപാട് ആളുകൾ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇറങ്ങാറുണ്ട്. അതിലെ ഒരു വ്യക്തി നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എൻ്റെ ഈ അനുഭവം കേൾക്കണം എന്ന് പറഞ്ഞ് നമുക്ക് അയച്ചു തന്ന ഒരു ടെസ്റ്റിമോണിയലാണ്, ഒരു ഓഡിയോ ക്ലിപ്പാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്കറിയാം നിങ്ങളും ഒരുപാട് നാളായിട്ട് ഈ ശീലം നിർത്തണം, നമ്മളുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ എന്തോ ഒന്ന് രണ്ട് ഒബ്ജക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങൾ ഈ ഒരു ശീലത്തിലൂടെ അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ ട്രാൻസ്ഫോം ആവുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും താഴേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഇനി പ്ലേ ചെയ്യാനായിട്ട് പോകുന്ന ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങൾ മുഴുവനായിട്ടും കേൾക്കുക. നിങ്ങളിത് കേൾക്കണം കേട്ടോ, നിങ്ങളിത് കേൾക്കേണ്ടത് തന്നെയാണ്. ഹലോ, എൻ്റെ പേര് നിഖിൽ. ഞാൻ ഒമാനിലെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ സാപ്പ് നിർത്താൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസും യൂട്യൂബ് വീഡിയോസും കണ്ടു. എനിക്ക് സാപ്പ് നിർത്താൻ കഴിയില്ലായിരുന്നു. മാക്സിമം 1-2 ദിവസം നിർത്തും, പിന്നെ അതേപോലെ വീഡിയോസ് കാണും, രാത്രി വീഡിയോസ് കണ്ടു തുടങ്ങും, പിന്നെ അതേപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രോഗ്രാമിൽ ഞാൻ ചേരുന്നു. ഈ പ്രോഗ്രാമിൽ ചേർന്നതിന് ശേഷം പിന്നെ നല്ല മാറ്റം, കാരണം വെച്ചാൽ നല്ല മാറ്റമുണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോവുക, ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഡ്യൂട്ടിക്ക് പോവുക പിന്നെ 2 മണിക്കാണ്. അപ്പോൾ ഞാൻ എണീക്കുക 1:30 ക്ഷീണം കൊണ്ട്. സാപ്പ് ചെയ്തിട്ടാണ് ഞാൻ ദിവസവും കിടക്കാറ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പ്രോഗ്രാമിൽ ചേർന്ന്. പിന്നെ എനിക്ക് ഈ പ്രോഗ്രാം ചേരുമ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ചേർന്നത് മാത്രം. അങ്ങനെ ഈ പ്രോഗ്രാമിൽ ചേർന്ന്. ഈ വെണ്ടർ തന്നെ റാഫി വഴിയാണ്. റാഫി ദിവസം വിളിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും, എന്തുകൊണ്ട് വിളിക്കണം, എനിക്ക് അങ്ങനെ കണ്ടൻസ് വരുമ്പോൾ എല്ലാം വിളിച്ചോ, എപ്പം വേണമെങ്കിൽ വിളിച്ചോ എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് പിന്നെ നിർത്തി, പൂർണ്ണമായിട്ട് നിർത്താൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഈ ഷോപ്പിൽ പോകും, നല്ല വർക്ക് ചെയ്യാൻ പറ്റും. പണ്ട് എനിക്ക് ഒന്നും വർക്ക് ചെയ്യാനേ പറ്റും, കോൺഫിഡൻസേ ഇല്ല. പിന്നെ വർക്ക് വെറുതെ പോകും, പിന്നെ കാര്യങ്ങളെല്ലാം ഇതാക്കി പോകും. ഇനി ചേർന്നതിന് ശേഷം, സാപ്പ് നിർത്തിയതിന് ശേഷം എനിക്ക് നല്ല മാറ്റം. കാരണം വെച്ചാൽ ഷോപ്പിൽ എനിക്ക് നല്ലോണം പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒന്നാമത് നല്ല കോൺഫിഡൻസ് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ വോയിസ് വരെ എനിക്ക് അയക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ വോയിസ് അയക്കുന്ന 15 പ്രാവശ്യം കട്ടിന് ശേഷം എന്താക്കും ഒരു വോയിസ് അയക്കും. ശരിയാവുമോ, പിന്നെ തെറ്റുമോ, അങ്ങനത്തെ കുറെ കണ്ടൻസ് ആയിരുന്നു. പിന്നെ ഈ പ്രോഗ്രാമിൽ വന്ന് പിന്നെ എല്ലാം മാറി മൊത്തത്തിൽ. ഞാനിപ്പോൾ ഷോപ്പിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മള് കുറെ സ്ത്രീകളും എല്ലാം വരുന്നല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിൽ കമ്പനിക്കാർ രാജ്യക്കാരുണ്ടാ, നല്ല കുട്ടിയാണ്, നല്ല ചരക്കാണ്, നല്ല ഇങ്ങനെ പറയും. പഴയ ഒരു കണ്ടൻസ് എല്ലാം മാറി, നല്ലൊരു വ്യക്തി. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു ഇതേ മൈൻഡിലൊന്നും വരുന്നേയില്ല. ഷോപ്പ് ഫസയിലെടുക്കുക, പിന്നെ നല്ല നോക്കുക, പിന്നെ മൊത്തം ആക്റ്റീവായി. ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം മൊത്തത്തിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഒരുപാട് കാര്യം പറയാനുണ്ട്. പിന്നെ ഈ വോയിസ് ഒരുപാട് നീണ്ടു പോകും. അതുകൊണ്ട് ഞാൻ ചുരുക്കി 2-3 കാര്യങ്ങൾ ഞാൻ പറയുന്നത്. പിന്നെ കോൺഫിഡൻസ് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ നല്ല കമ്പനിക്കാരെ വിളിക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ എല്ലാം അന്വേഷിക്കാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിൽ എന്താക്കി ഞാൻ മാറി. എല്ലാം ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷമാണ്. എൻ്റെ മാറ്റമല്ല, എനിക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാൻ ഇങ്ങനെ മാറുമെന്ന്. നന്ദി ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാമിൽ നടത്തുന്നവരും പ്രത്യേകിച്ച് നമ്മളെ വെണ്ടർ റാഫി വഴിയാണ്. താങ്ക് യു. ഓക്കെ, ഒരുപാട് കാര്യം പറയാനുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും കുറേ പറഞ്ഞു. താങ്ക് യു. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കും ഇതേ പ്രശ്നം തന്നെയാണ് ഉള്ളത്. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഇനിയും ആക്ഷൻ എടുക്കാതെ ഇനിയും പിന്നീട് മാറ്റാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് കൊണ്ടുപോകുന്നത് എന്തിനാണ് ബ്രോ? ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വിഷയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ആക്ഷൻ എടുക്കുന്നുണ്ടാവും അല്ലേ? ദെൻ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ആക്ഷൻ എടുക്കാതിരിക്കുന്നത്? ടേക്ക് ആക്ഷൻ നൗ. നമ്മളുടെ 21 ഡേ പ്രോഗ്രാമിൽ ഞാൻ തന്നെ നിങ്ങളെ പേഴ്സണലി അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറായിട്ട് വരുന്ന പ്രോഗ്രാമിൽ ഞാൻ ഒരു 10 പേരെ സെലക്ട് ചെയ്യാം എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. ആ 10 പേരിൽ നിങ്ങൾക്ക് ഒരാളാവാനായിട്ട് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മെസ്സേജ് ചെയ്ത് ജോയിൻ ചെയ്തേക്കുക. ഡെഫിനറ്റ്ലി പെയ്ഡ് പ്രോഗ്രാം ആണ്. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്തേക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഞാൻ നിങ്ങളെ കാണാനായിട്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഐ ആം വെയിറ്റിംഗ്.